Good morning. Good morning, teacher. വേറെ ആരെയും ജോയിൻ ചെയ്യുന്നില്ലല്ലോ. എല്ലാരും പഠിത്തം കഴിഞ്ഞിട്ടാണോ? വരുമായിരിക്കും ടീച്ചർ. ഏ ഇപ്പൊ വരുമായിരിക്കും അവര്. അതിപ്പോ നമുക്ക് 1 മണിക്കൂറല്ലേ കിട്ടുന്നുള്ളൂ. ഓക്കെ, തുഷാര എത്തി. തുഷാരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളിങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പഠിത്തമൊക്കെ എവിടെ വരെയായി? പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, റിവിഷൻസ് ഒക്കെ ഒരുവിധമൊക്കെ തീരാറായി തോന്നുന്നു. നിഷ് ടീച്ചറിന്റെ ഒക്കെ ഒരുവിധം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ടീച്ചറിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് കുറവല്ലായിരുന്നോ? ടീച്ചർ പറയണ്ടായിരുന്നു റിവിഷനും ഏകദേശം തീരാറായി, ഇന്നലെ പറയണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി 4 ചാപ്റ്ററും കൂടി ഏറ്റേ ഉള്ളൂ തോന്നുന്നു. അത് പിന്നെ ലാസ്റ്റ് പഠിച്ചായോണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മ കിട്ടും. ആദ്യത്തേക്കാണ് നമ്മൾ പിന്നെ ഒരു കുറെ നാളായില്ല നമ്മളത് എടുത്തിട്ട്. അതുകൊണ്ട് ഓക്കെ, നമുക്കിനിപ്പോ വെയിറ്റ് ചെയ്യണ്ട. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യട്ടെ, നമ്മുടെ ടൈം കളയണ്ടല്ലോ. ഓക്കെ, നമ്മളിപ്പോ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആയിരുന്നു പറഞ്ഞല്ലേ? അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. 1-2 ക്വസ്റ്റ്യൻ എന്തായാലും ഇതിന് ഷുവർ ആണ്. അതിനകത്ത് ഗ്യാസസിന്റെ കളർ കോഡുകള്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഇത് നമ്മൾ ഓരോ ഗ്യാസസ് പഠിച്ചല്ലോ. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞ 7 ടൈപ്പ് പഠിച്ചില്ലേ? മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഒക്കെ പഠിച്ചില്ലേ? അതിൽ നിന്നൊക്കെ മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. ഞാൻ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞപ്പോ ഇവർക്ക് ഫസ്റ്റ് ബാച്ചിന്റെ മോഡലിലെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പൊ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം, ചാപ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Medical gases are administered to dash. ആർക്ക് കൊടുക്കുന്ന ഗ്യാസാ മെഡിക്കൽ ഗ്യാസസ്? പേഷ്യൻസ്. ഇവിടെ ഓപ്ഷൻസ് എഴുതണമെന്നില്ല. പേഷ്യൻസ്, സ്റ്റാഫ്, ക്ലിനീഷ്യൻ, ഫാർമസിസ്റ്റ്, ഇതൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത്. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിപ്പോ ഇത്ര എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Medical gases are used for dash. The options are A, treatment, treatment, used for treatment. Option B, anesthesia, ANAESTHESIA, anesthesia. Next, C, driving medical devices. Option D, all of the above.
എന്തിനൊക്കെ മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഈസ് യൂസ്ഡ് ടു used for all of the treatment, anesthesia, and for driving medical devices, medical device equipments ഒക്കെ ലാപ്രോസ്കോപ്പ് അങ്ങനെയുള്ള എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഇതൊക്കെ എന്താ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓൾ ഓഫ് ദ എബോ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ടല്ലോ, എഴുതണ്ടല്ലോ. നിങ്ങൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഗ്യാസസ് ആർ യൂസ്ഡ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ്, ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നത്? റൂംസ്, റിക്കവറി റൂംസ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ഇന്റർവെൻഷണൽ ഏരിയാസ്, obstetrics and gynecology ward, ICU, general wards. ഇത് നോക്കാം. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലാണ് പ്രധാനമായിട്ടും മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഡിക്കൽ എയർ means medical air means a clean supply of dash. Medical air means a clean supply of dash. സപ്ലൈ എന്ന് പറഞ്ഞേ? കംപ്രസ്ഡ് എയർ, കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ക്ലീൻ സപ്ലൈ ആണ് മെഡിക്കൽ എയർ. കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ശുദ്ധമായ ഒരു വിതരണം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിനാണ് ഈ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മീൻസ് ദ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. പിന്നെ അതിനകത്ത് ആ പാരഗ്രാഫില് ഈ മെഡിക്കൽ എയറിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഫീച്ചേഴ്സ് മെഡിക്കൽ എയർ? ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറയുന്നത്? പൊല്യൂഷൻ ഫ്രീ ആണ്, ആൻഡ് പാർട്ടിക്കിൾസ്, പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾ ഫ്രീ ആണ്. പിന്നെ നോ ഓയിൽ ഓർ ഓഡേഴ്സ് ആൻഡ് ഡ്രൈവ് ടു ബ്ലോക്ക് വാട്ടർ ബിൽഡ് അപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ് ലൈൻ. ഇതൊക്കെ ഈ മെഡിക്കൽ എയറിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത് കേട്ടോ. അതൊന്നും അങ്ങനെ എഴുതണ്ട. ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്, നോ ഓയിൽ, നോ ഓഡേഴ്സ്, ആൻഡ് ട്രൈ ടു ബ്ലോക്ക് ദ വാട്ടർ ബിൽഡ് അപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ് ലൈൻ. പൈപ്പിലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്, അതൊക്കെ ഈ മെഡിക്കൽ എയർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് surgeon. Next question. Surgeon depends on, surgeon is surgeon. Surgeon depends on a medical air compressor to keep the dash. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സർജൻ മെഡിക്കൽ എയർ കംപ്രസർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ടു കീപ് patient comfortable and breathing. പേഷ്യന്റിന് കംഫർട്ടബിൾ ഇതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രീത്തിങ്, ശ്വസനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എയർ കംപ്രസർ യൂസ് ചെയ്യുന്നത്. സർജൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സർജൻ ഡിപ്പെൻഡ്സ് ഓൺ മെഡിക്കൽ എയർ കംപ്രസർ ടു കീപ് the patient comfortable and breathing. To keep the patient comfortable and breathing. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്യാസ് ഓക്സിജൻ ആണ്. ഇതിനകത്തുനിന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഇതിനകത്ത് പ്രീവിയസ് ഇയറില് ഈ കഴിഞ്ഞ XA1 മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്നാണ് പറയുന്നത്,
Which gas is used for cryosurgery? Which gas is used for cryosurgery? നൈട്രജൻ. ഏത് ഗ്യാസാ? ക്രയോസർജറി. നൈട്രജൻ. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരുന്നത് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ക്രയോസർജറി നൈട്രജൻ ആണ്. ഈ ഒരു പിന്നെ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിച്ചത് HA1 കഴിഞ്ഞ മോഡലിലെ കേട്ടോ. അതിനകത്ത് ലാസ്റ്റ് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റേഴ്സ് ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അതായിരുന്നു ആ രണ്ട് ക്വസ്റ്റ്യൻ. ഈ ഒരു പാഠത്തിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, അത് എഴുതണ്ട, നിങ്ങളൊന്ന് നോട്ടിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. Which of the following is not correct relating to the duties of manifold operators in medical gas system? Medical gas system. ആ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. പിന്നെ അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് ചോദിച്ചത് which gas is used for arthroscopy? ഏതാ? ആർത്രോസ്കോപ്പി. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കളർ കോഡും ആയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ. വാട്ട് ഈസ് ദ കളർ കോഡ് യൂസ്ഡ് ഫോർ നൈട്രജൻ സിലിണ്ടർ? ബ്ലാക്ക്. ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക്. അത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ചാപ്റ്ററിൽ നിന്ന്. രണ്ടോ മൂന്നോ. ഇനി വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കിട്ടുമ്പോ ഞാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇത് എഴുതിക്കോ. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, രണ്ടാമത്തെ ഓക്സിജനെ പറഞ്ഞ് oxygen gas is used for resuscitation and inhalation therapy. ചോദിക്കാം, which gas is used for resuscitation and inhalation therapy? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയില്ലെങ്കിലും അതിന്റെ അടിയിലൊന്ന് വരച്ചിടുക കേട്ടോ. യൂസ്ഡ് ഫോർ റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following medical conditions oxygen gas is used? Which of the following medical conditions oxygen gas is used? Options പറയാം. COPD. ഓപ്ഷൻ എയിൽ തന്നേക്കുന്നത് COPD. ഓപ്ഷൻ ബി respiratory arrest. Option C എഴുതാം. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഓപ്ഷൻ സി എൻഡോസ്കോപ്പി. Option D, both A and B. Both A and B. Both A and B. COPD
റെസ്പിറേറ്ററി അറസ്റ്റ്, ഇത് രണ്ടും ഓക്സിജൻ ഗ്യാസ്, ആ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് അതിന് ഓക്സിജൻ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ടിലേക്ക് നോക്കിയേ, പ്രിന്റഡ് നോട്ടിലേക്ക് നോക്കിയേ, ഇവിടെ നോക്കിയ ഓക്സിജൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക് COPD. ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്? COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, cardiovascular and respiratory arrest, resuscitation and life support. ഇത്രയും മെഡിക്കൽ കണ്ടീഷൻസിൽ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യും. ഇനി ഇത് ഓരോന്ന് എടുത്തെടുത്ത് എഴുതണ്ട, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യണേന്നുള്ളതും, പിന്നെ നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, അത് രണ്ടും അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following medical gas is used for insufflating medical gas? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്? ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് പറഞ്ഞത്? ഇൻസഫ്ലേറ്റിംഗ് ഊതി വീർപ്പിക്കുക. നമ്മുടെ വയറൊക്കെ വീർപ്പിച്ച് നിർത്തി വയറിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സർജറീസ്, ഇൻവാസീവ് സർജറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ്. ഏത് ഗ്യാസാ? ഇൻസഫ്ലേറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഓർക്കുക, ഏത് ഗ്യാസാണ്? കാർബൺ ഡയോക്സൈഡ്. ഇനി അതിനകത്ത് ഇത് ഓരോന്നും ഞാൻ എടുത്തു തരുന്നില്ല. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി? അത് 4 നോക്കി വെക്കുക. അതെല്ലാത്തിനും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അതിന്റെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്തിട്ടാ മതി. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നൈട്രജൻ. ഇത് ഇനി എഴുതണ്ടല്ലോ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി? വേണ്ടല്ലോ, നൈട്രജൻ. അത് പ്രിന്റഡ് നോട്ടിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡാഷ് ഗ്യാസ് is used to power tools. Dash gas is used to power tools in places. Dash gas is used to power tools in places where they do not have instrument air. പവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഗ്യാസാ? നൈട്രജൻ. നെക്സ്റ്റ് വൺ നൈട്രസ് ഓക്സൈഡ്. ഇനി അത് വേണ്ട, അത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റില്. നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്? ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ്.
നൈട്രസ് ഓക്സൈഡ്. ഇനി നെക്സ്റ്റ് വാക്വമാണ്. പൈപ്ഡ് medical surgical vacuum system is used for patient drying, aspiration and suction. ഇവിടെ ചോദിക്കാം, piped medical surgical that system is used for patient drying, aspiration and suction vacuum system. അത് എഴുതണ്ട, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നോക്കാം, ഇതിനകത്ത് നമുക്കൊരു 1000 ക്വസ്റ്റ്യൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാക്കാം. അതിനകത്ത് കുറച്ചൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്. ബാക്കിയിട്ട് നിങ്ങൾ നോട്ടൊക്കെ പ്രിന്റഡ് നോട്ടൊക്കെ വായിക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ ഇരുന്ന് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കൽ വാക്വം VACCUM, മെഡിക്കൽ വാക്വം in a hospital, medical vacuum in a hospital support dash equipment, support dash equipment. Suction equipments നമ്മൾ പറഞ്ഞു. ഡെന്റൽ അവിടെയൊക്കെ വായിലൊക്കെ ഇങ്ങനെ വെള്ളം നിറയുമ്പോൾ ഇപ്പൊ തുപ്പിക്കളയാൻ പറ്റില്ല, അതുകൊണ്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സക്ഷൻ, ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പയുടെ വാക്കുമാണ്. is used for patient drying, aspiration and suction vacuum. Next question, compressed air is used for dash purpose. Compressed air is used for dash purpose. Option A, medical, MEDICAL, medical. Option B, non-medical. Option C, both A and B. Option D, none of the above. Compressed air is used for both A and B. Medical and non-medical purposes. Medicalum non-medical purposes compressed air use ചെയ്യുന്നുണ്ട്. The medical use includes laboratory work, inhalation therapy and powering of surgical tool. Okay, next question. Match the following. പറയുന്ന നാല് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കേണ്ട, ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണ്ട, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് എഴുതാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. A, രണ്ട് സൈഡ് അറിയാലോ, A B C D 4 ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. A, valves, VALVES, വാൽവുകള്, valves. B എഴുതാ, താഴെ എഴുതാ, പൈപ്പിംഗ് നെറ്റ്വർക്സ്. ഓപ്ഷൻ സി അല്ല, സി താഴെ, സോറി. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്. ഡി, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്. താഴേക്ക് എഴുതാം, വാൽവ്സ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്. ഓക്കെ,
നെക്സ്റ്റ് ബി സൈഡിൽ എഴുതുക 1 2 3 4 നമ്പർ ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നേരെ മാച്ച് ചെയ്യാലോ. 1 എഴുതാ ഫോർ മോണിറ്ററിംഗ്. ഫോർ മോണിറ്ററിംഗ് MONITORING ഫോർ മോണിറ്ററിംഗ്. രണ്ട് അതിന് താഴെ എഴുതാ 2 ഇട്ടിട്ട് ടു സപ്ലൈ ഗ്യാസസ്. ടു സപ്ലൈ ഗ്യാസസ്. ത്രീ എഴുതാ the distribution system. The distribution system. D എഴുതാ to control method. To for to control method. മാച്ച് ചെയ്ത വേഗം. മാച്ച് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ജാസ്മിന്റെ കഴിഞ്ഞോ? അതിലുണ്ടല്ലോ. കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റത്തെ രണ്ടെണ്ണം ജാസ്മിൻ വായിച്ചേ. വാൽവ്സ് ഏതാ വരുന്നത്? അതിന്റെ നേരെ ടു കൺട്രോൾ മെത്തേഡ്. കൺട്രോൾ ചെയ്യാൻ, ആ ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കൺട്രോൾ ചെയ്യാനാണ് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു കൺട്രോൾ മെത്തേഡ്. നെക്സ്റ്റ് ബി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓരോ വലിയ ഇതിൽ നിന്ന് നമ്മൾ ഓരോ പേഷ്യന്റിന്റെ അടുത്തേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. ഓക്കെ, ഇത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്. തുഷാര സി ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ടു സപ്ലൈ ഗ്യാസ്. ഔട്ട്ലെറ്റ് ഇൻലെറ്റ് എന്തിനാ? ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട്. ടു സപ്ലൈ ഗ്യാസസ്. നെക്സ്റ്റ് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. For monitoring. For monitoring. Okay, very good. For monitoring. 4 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതണ്ട, ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് മാച്ച് ദ ഫോളോയിങ്ങിലെല്ലാം വന്നല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോ ഓരോന്നും ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? നോക്കിയേ, സിസ്റ്റം ഏതല്ലേ തന്നേക്കുന്നത്? സിസ്റ്റം കമ്പോണൻസ്. കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാണ് അതിനകത്ത് 6 കമ്പോണൻസ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നും എടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇവിടെ തന്നേക്കുന്ന പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്. നൺ ഓഫ് ദ എബോവ്. ഏതാ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? Piping networks. Okay, piping networks. Next question. Medical gases. Medical gases and vacuum are medical gases and vacuum are distributed through
distributed through dash distribution system. Dash distribution system. Medical gases and vacuum are distributed through the pipeline. Pipeline distribution system. Pipeline distribution system. Distributed through the pipeline distribution system. Pipeline distribution system. Next question. High quality dash should be used. High quality dash should be used to make pipes. ഏതാ പൈപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാ? ഹൈ ക്വാളിറ്റി ഏത് മെറ്റലാ യൂസ് ചെയ്യുന്നത്? Copper. Okay, high quality copper should be used to make pipes. How many valves are there in centralized gas system? Two Two valves. Sound valves കളും service valves കളും. Okay. Next question എഴുതാം. Sound valves are used to dash. Sound valves are used to dash. Sound valves are used to dash. Sound valves എന്തിനാ യൂസ് ചെയ്യുന്നത്? Isolate large part of the system. ഒരു വലിയ ഭാഗം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് സോണ്ട് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. Used to isolate large part of the system. Used to isolate large parts of the system. Next question. കഴിഞ്ഞോ? Finish ആയോ? Okay. The function of warning and alarm systems. Warning and alarm systems. The function of warning and alarm systems to give dash. To give dash. Information. Okay. ഇതിങ്ങനെ നമ്മളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലാറം സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എത്ര ടൈപ്പ് അലാറം സിസ്റ്റം ഉണ്ട്? Two types. Which are they? Master alarm and area alarms. Okay, master alarms and area alarm. Master alarm monitors the main gas line and source conditions. Monitor ചെയ്യാൻ വേണ്ടിയിട്ടാണ് master alarm system യൂസ് ചെയ്യുന്നത്. Monitors the main gas line and sources condition. Area alarms are found on a alarm panel and their function is to monitor the condition of specific critical care area.
അത് രണ്ടും നോക്കണം കേട്ടോ. മാസ്റ്റർ അലാറം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് ദ സോഴ്സ് കണ്ടീഷൻ. ഏരിയ അലാറം മോണിറ്റേഴ്സ് ദ കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. ഇതിന്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയിലെ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ അലാറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ് ആണ്. ഔട്ട്ലെറ്റ് സപ്ലൈ, ഔട്ട്ലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നേ? മെഡിക്കൽ ഗ്യാസസ്. Outlets are points at which the connection can be made to the medical gas piping system to supply under pressure, while the inlets supply vacuum. Inlets vacuum supply ചെയ്യുമ്പോൾ outlets medical gas supply ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് ആണ്. അതിനകത്ത് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് നോക്കിയേ, ഏതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്ന? ഏതൊക്കെയാ? ട്രാൻസ്ഫ്ലോമീറ്റേഴ്സ്, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ്. ഇതൊക്കെ ഏതിനകത്ത് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അഡ്വാൻറ്റേജസ് ആണ്, അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ ഫോർ പേഷ്യന്റിന് എന്തൊക്കെ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാണ്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഉള്ളതെന്ന്. ഇനി നെക്സ്റ്റ് ആ ടേബിൾ ഒന്ന് വേഗം നോക്കിയേ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഗ്യാസസും അതിന്റെ കളർ കോഡുകളും വേഗം ഒന്ന് വായിച്ചു നോക്കി. അയച്ചു നോക്കിയോ? അതിനിപ്പോ ഓരോന്നും നമുക്ക് എഴുതണ്ട, ഇവിടെ നോക്കിയാൽ മതി. ഓരോന്നിന്റെയും കളർ കോഡുകൾ നോക്കാം. ഓക്സിജൻ സിലിണ്ടർ, എന്താണ് കളർ കോഡ്? വൈറ്റ്. നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ. മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സക്ഷൻ യെല്ലോ. നൈട്രജൻ ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ. അത് ആ ടേബിൾ നിങ്ങൾ അത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇനി കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ H1 അല്ല, അതിന് മുന്നുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എഴുതിയെടുത്തോ. Which device regulates regulates and measures the flow of a fluid and gas? Which device regulates and measures the flow of a fluid and gas? Options ഞാൻ വായിക്കാം. ഓപ്ഷൻ എ എഴുതാം, ക്രാഷ് കാർട്ട്, CRASH, ക്രാഷ് കാർട്ട്, CART.
ക്രാഷ് കാർട്ട്. ഓപ്ഷൻ ബിയില് സക്ഷനിങ് മെഷീൻ. SUCTIONING. സക്ഷനിങ് മെഷീൻ. സക്ഷനിങ് മെഷീൻ. ഓപ്ഷൻ സിയില് ഫ്ലോമീറ്റർ. 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 ഓപ്ഷൻ ഡിയില് സ്റ്റെതസ്കോപ്പ്. STETHOSCOPE. സ്റ്റെതസ്കോപ്പ്. ഏതാ ഇത്? ഒരു പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. ഫ്ലോമീറ്റർ. അതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ഫ്ലോ ഓഫ് എ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഗ്യാസ്. ഫ്ലോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോമീറ്റർ കേട്ടോ. ഫ്ലോമീറ്റർ. ഫ്ലോമീറ്റർ. അതിനകത്ത് ഉണ്ടായിരുന്ന വേറൊരു ഇതാണ്. നിങ്ങൾ ഇനി എഴുതണ്ട കേട്ടോ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ വാട്ട് ഈസ് ദ കളർ കോഡ് യൂസ്ഡ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡാ ചോദിച്ചത്. ഇല്ലേ പറഞ്ഞില്ലേ? പിന്നെ അതുപോലെ തന്നെ നൈട്രജന്റെയും അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ കളർ കോഡ് യൂസ്ഡ് ഫോർ നൈട്രജൻ സിലിണ്ടർ. അത് ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലേറ്റ് വിച്ച് ഗ്യാസ് ഈസ് നമ്മൾ എഴുതിയല്ലോ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റ് ടിഷ്യൂസ് ഡ്യൂറിങ് സർജറി. ഇൻഫ്ലേറ്റ് ടിഷ്യൂസ് ഡ്യൂറിങ് സർജറി. ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻഫ്ലേറ്റ്. അവിടെ ഒരു വേർഡ് ഉണ്ട്, ഇൻഫ്ലേറ്റ്. ഉദിവിരിപ്പിക്കുക. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതും ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റ് ടിഷ്യൂസ് ഡ്യൂറിങ് സർജറി. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. Next question. What is the full form of 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 SDS? SDS. ഞാൻ വായിക്കാം, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് എഴുതണമെന്നില്ല, കറക്റ്റ് എഴുതിയെടുത്താൽ മതി. സപ്പോർട്ട് ഡേറ്റ ഷീറ്റ്, സഡൻ ഡേറ്റ ഷീറ്റ്, സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, സേവ് ഡേറ്റ ഷീറ്റ്. SDS. സേഫ്റ്റി ഡേറ്റ. സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ആണ് SDS. SDS. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ PPE അറിയാലോ. ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ്, ഓൾ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതണ്ട. പിന്നെ അടുത്ത വേറൊരു എക്സ്പാൻഡഡ് ഫോം ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ERP? ERP. ERP. What is the full form of ERP? Emergency response plan. Emergency response plan. Emergency response plan. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SDS, ERP, PPE നമ്മൾ പറഞ്ഞാണ്.
പിന്നെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി. അറിയാലോ, എൻഡോസ്കോപ്പി ആർത്രോസ്കോപ്പി ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ സക്ഷൻ? കളർ കോഡ് ഏതാ? യെല്ലോ. യെല്ലോ. റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. പിന്നെ ഇതിനകത്ത് ചോദിച്ചത് വിച്ച് ഗ്യാസ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്? നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. ഇത് ചോദിച്ചപ്പോ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഡിവൈസ് റെഗുലേറ്റ് ആൻഡ് മെഷർ ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്? ഫ്ലോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലോ മീറ്റർ ആണ്, ഫ്ലോ മീറ്റർ. പിന്നെ കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ, എക്സ്പാൻഡ് PPE. ഓക്കെ, അത്രയൊക്കെ അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് ഏകദേശം. പിന്നെ ഒരു ഫുൾ ഫോം ഓഫ് MSDS ഏതാ? MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. പിന്നെ ഒരെണ്ണം, ദ സിലിണ്ടർ വാൽവ് ഈസ് ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ഡാഷ്. ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, anti-clockwise direction, both A and B, none of the above. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏത് ഡയറക്ഷനിലാ? The cylinder valve is opened by turning the hand wheel or cylinder valve key dash direction. Anti-clockwise. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് നമ്മൾ എങ്ങനെയാ വീട്ടിൽ നിന്നും കുക്ക് ചെയ്യണതാണ്. ഗ്യാസ് ഓൺ ആക്കണത് നമ്മളെ ഓപ്പൺ ചെയ്യണത് ലെഫ്റ്റിലേക്കല്ലേ? അതേ സെയിം തന്നെയാണ്. ലെഫ്റ്റ് വാൽവ് ആണ്. ലെഫ്റ്റ് വാൽവ് കീ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോസ് ചെയ്യണത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. നെക്സ്റ്റ് ഓക്കെ, ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പിന്നെ കഴിഞ്ഞ HA1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന 2 ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ നമ്മൾ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ട് എഴുതി. പിന്നെ മോക്ക് ടെസ്റ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഇത് ലാസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ലാസ്റ്റ് ഏരിയ ഇത് കഴിഞ്ഞ HA1 ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റേഴ്സിന്റെ, പിന്നെ ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ്, സൂപ്പർവൈസറിന്റെ റോളും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ലിഫ്റ്റിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്, അതൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ്? ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിനകത്ത് വരുന്ന കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓക്കെ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്ങും പിന്നെ നമ്മൾ സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് അതിനകത്താണ് നമ്മൾ പറയുന്നത്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് പറഞ്ഞത്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ, പിന്നെ ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയുള്ള ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് ഹൗസ് കീപ്പിംഗ് അല്ലേ. ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ എടുത്ത 4 ചാപ്റ്റർ പിന്നെ വെന്റിലേറ്ററും കൂടി ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിവിഷൻ തീർക്കാം. ഹൗസ് കീപ്പിംഗ് സർവീസ് വരുന്നുണ്ട്, മോർച്ചറി സർവീസ്, ആംബുലൻസ്, പിന്നെ ലാസ്റ്റ് വെന്റിലേറ്റർ. ഇത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇനി ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസ്. അപ്പൊ നിങ്ങൾ അടുത്ത ദിവസം ഈ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. എന്നാലേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഹൗസ് കീപ്പിംഗ് സർവീസ്.
ഓക്കെ, ഹൗസ്കീപ്പിംഗ് സർവീസ്. അപ്പൊ നമ്മള് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ടൈഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, നമുക്ക് വൃത്തിയുള്ള ഒരു സാഹചര്യം തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കുറെ നല്ലൊരു നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറെയൊക്കെ ഡിസീസ് ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ? മെഡിസിനേക്കാളും ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ക്ലീൻനെസ് ആൻഡ് ടൈഡി അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസുകൾ. ഹൗസ് കീപ്പിംഗ് സർവീസ് അതർവൈസ് ഈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിങ് എ സേഫ്, clean, pleasant, orderly and functional environment for both the patient and hospital officials. പേഷ്യൻസിനൊക്കെ എന്താ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു സൃഷ്ടിക്കുക, അതാണ് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ഇതെന്ന് അറിയപ്പെടുന്ന മറ്റൊരു പേരേതാ? ഹൗസ് കീപ്പിംഗ് സർവീസ് അതർവൈസ് കോൾഡ് environmental service. The three important housekeeping tasks in the hospital consist of the following. ഏതൊക്കെയാ ടാസ്കുകൾ വരുന്നേ? ഏതൊക്കെ വരുന്നേ? Cleaning and sanitizing high touch surface in patient room and restrooms. ക്ലീൻ ചെയ്യുക, പേഷ്യന്റ് റൂംസും റെസ്റ്റ് റൂംസും വിശ്രമ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്. To fill up the empty paper towels, soap containers and office supplies. Fill ചെയ്യുക. To dispose of hospital waste property. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ ടാസ്കിൽ ഉൾപ്പെടുന്നത്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. എന്തൊക്കെയാ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? To impart hygiene environment, ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെ? പിന്നെ എന്തൊക്കെയാണ്? To meet the hopes of the community, സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റുക. To maintain a high reputation of the hospital, ഹോസ്പിറ്റലിന്റെ ഒരു ഉയർന്ന റെപ്യൂട്ടേഷൻ, ഒരു പ്രശസ്തി നിലനിർത്തുക. നമ്മളും പറയൂലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോ അവിടെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണ്, നല്ല ടൈഡി ആണ്, നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ ആണെന്ന് നമ്മൾ പറയൂലേ? അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ അവരോട് പറയുമ്പോ അവരും ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇഷ്ടപ്പെടും. നമ്മൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനല്ലേ ഇഷ്ടപ്പെടുന്നേ? ക്ലീൻ ആയിട്ടുള്ളത് അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? To maintain a high reputation of the hospital. ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി നിലനിർത്തുന്നു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു ഹോസ്പിറ്റലില്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണെങ്കിൽ അവിടെ വേറെ ഒരു ഇൻഫെക്ഷന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഹൗസ് കീപ്പിംഗ് സർവീസ്, ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഇതൊക്കെ തന്നെ വരുമോ? എന്തൊക്കെയാ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫോർട്ടബിൾ എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, സാനിറ്റേഷൻ, ക്ലീൻനെസ്. പിന്നെ ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ്, മര്യാദ, വിശ്വസനീയമായിട്ടുള്ളത്, പിന്നെ അതുപോലെ സൗഹൃദം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക.
പിന്നെ ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻസ്, ഒരു സൗഹൃദമായ ബന്ധം സ്ഥാപിക്കുക. പിന്നെ എൻഷുറിങ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്, അവർക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്, ഇവർക്കൊക്കെ ഒരു നല്ലൊരു സേഫ്റ്റി ഉറപ്പുവരുത്തുക. അവർക്ക് അവിടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഹൈജീൻ ആണ്, ക്ലീൻ ആണ്, നല്ല വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് അത് ഉറപ്പുവരുത്തുക. പിന്നെ ക്വാളിറ്റി റീസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ് ആൻഡ് ക്ലീനിങ് ഏജൻസ്, ഗുണനിലവാര നിയന്ത്രണം, പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റുമാരുടെ ഒക്കെ ഗുണനിലവാര നിയന്ത്രണം കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്വാളിറ്റി റീസ്റ്റെയിൻ ചെയ്യുക, ഗുണനിലവാരം നിയന്ത്രിക്കുക എന്നുള്ളത്. പിന്നെ അടുത്ത പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, പ്രോപ്പർ ആയിട്ട് ശരിയായ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ എടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 6 പോയിന്റ് ഉണ്ട്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എവിടെയായിരിക്കണം? എവിടെ വേണമെങ്കിലും പറഞ്ഞു. ഹൗസ് കീപ്പിംഗ് അറ്റ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഫ്ലോറിൽ വേണം, സെക്കൻഡ് ഫ്ലോറിൽ വേണം, ഗ്രൗണ്ട് ഫ്ലോറിൽ വേണം എന്നുള്ള ഇതായിട്ട് പറയുന്നില്ല. may be situated in a non-prime area. അത്ര ഇപ്പം പ്രധാനമല്ലാത്ത, വളരെ ഇപ്പൊ എന്താ പറയാ, പെട്ടെന്ന് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള അങ്ങനെ പ്രൈം ഏരിയയിൽ ആവണമെന്നില്ല. അത് they may be situated non-prime area. It should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping material and equipment. അതപ്പോ നമ്മൾ പറയാ ഓരോ ഫ്ലോറിലും തന്നെ ഉണ്ടാവും അവർക്കടെ ഇത് ഓരോ റൂമുകൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ക്ലീൻനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യുക. അപ്പൊ അത് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് ബന്ധപ്പെട്ട സേഫ് ആയിട്ടൊക്കെ അതുപോലെ പെട്ടെന്നൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത് എന്താ സെന്റർലി ലൊക്കേറ്റഡ് ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എല്ലായിടത്തേക്കും ഒക്കെ ഇത് കൊണ്ടുപോകാൻ പാകത്തിനുള്ളത്. ഇറ്റ് ഷുഡ് ബി ആസ് far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping material and equipment. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ വേണമെന്നോ ഗ്രൗണ്ട് ഫ്ലോറിൽ വേണമെന്നോ അങ്ങനെ നിർബന്ധമായിട്ടില്ല. അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത അത്ര പ്രധാനമല്ലാത്ത ഒരു ഏരിയ മതി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. സിറ്റുവേറ്റഡ് ഇൻ നോൺ പ്രൈം ഏരിയ അവിടെ ചോദിക്കാട്ടോ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് മേ ബി സിറ്റുവേറ്റഡ് ഇൻ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, നോൺ പ്രൈം ഏരിയാസ് അല്ലെങ്കിൽ പ്രൈം ഏരിയാസ് എന്നൊക്കെ ചോദിക്കാം. അധികം പ്രധാനമല്ലാത്ത പ്രദേശത്ത് വേണം ഇത് ലൊക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. പിന്നെ ഓർഗാനോഗ്രാം ആണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഓർഗാനോഗ്രാമിൽ വരുന്ന ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ ആയിരിക്കും. From control and develop housekeeping service in the hospital. In assistant executive housekeeping and floor supervisors and trained and acquainted with the housekeeping procedure and able to manage the housekeeping staff. Manage another assistant executive housekeeper and floor supervisor in a housekeeping employee center. അത് നമ്മൾ പറഞ്ഞ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. മോസ്റ്റ് ഇൻ എക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, അവർക്ക് പേയ്മെന്റ് കുറവായിരിക്കും, ഇൻ എക്സ്പേർട്ട് ആയിരിക്കണം. വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നൊന്നുമില്ല. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ടു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. കുറഞ്ഞ ശമ്പളവും പിന്നെ അതുപോലെ തന്നെ ഇൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. must be well familiar with the housekeeping procedure. Familiar ആയാൽ മതി. ട്രെയിനിങ്ങിലൂടെയും അതുപോലെ എഡ്യൂക്കേഷനിലൂടെ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ മുന്നേ ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല.
അപ്പൊ ഓർഗാനോഗ്രാമിൽ വരുന്നത് 3 കൂടി അത് നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ബാലൻസ് പറയാം. നാളെ ഉണ്ടല്ലോ നിങ്ങക്ക്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് എഴുതാം. ഇനി ഇതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ക്ലാസ് ചെയ്തോട്ടെ. അപ്പൊ ഇതിന്റെ ബാലൻസ് ഒന്ന് വായിച്ചിട്ട് നാളെ ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓക്കെ, കൂടി വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. തന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മിസ് അവിടെ വന്നിട്ടുണ്ട്, വെയിറ്റിംഗിലാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ.